വെൽക്കം ടു എഡ്യൂനായ അക്കാഡമി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നോക്കാം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 25/11/2024 നോട്ടിഫിക്കേഷൻ പുതിയത് ജ്ഞാനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 10/1/2025 വിജ്ഞാപനം 14/2024. താഴെ പറയുന്ന സഹകരണ സംഘം ഓർ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ. അപേക്ഷ സമർപ്പിക്കൽ: ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റിന്റെ പേര് www.cseb.kerala.gov.in. കാറ്റഗറി നമ്പർ 14/2024 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. തസ്തികയുടെ പേര് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അതിലെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഥവാ MCA അഥവാ MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT. Desirable qualification: Red Hat certification will be an added advantage. Experience: minimum working experience of 3 years in installing, configuring and troubleshooting Unix or Linux based environment. Solid experience in administration applications stack, example Tomcat, JBoss, Apache, Linux. Experience with the monitoring systems, example Nagios. Experience in scripting skills, example shell scripting, Perl, Python. Solid networking knowledge, OSI network layers, TCP/IP. Experience with the SAN storage environment with NFS mounts and physical and logical volume management. Experience with the tape library backup. ക്രമ നമ്പർ 1. സംഘത്തിന്റെ പേര്: ആലുവ അർബൻ സഹകരണ ബാങ്ക്. ബാങ്ക് 1623. എറണാകുളം പിൻ 683101. ഫോൺ നമ്പർ 048426233842. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 1. ജനറൽ. സാലറി സ്കെയില് 24,730, 68,810 സ്കെയിൽ ഓഫ്. പ്രായപരിധി: 1/1/2024 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു. പട്ടികവർഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നുണ്ട്. കൂടാതെ പട്ടികവർഗപ്പെട്ട മുതിർന്ന വ്യക്തിക്കോ അവരുടെ അപ്രകാരമുള്ള മുതിർന്ന മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ കുട്ടികൾക്കോ ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവും മറ്റ് പിന്നാക്ക വിഭാഗത്തിനും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്കും EWS 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷ 80 മാർക്കിനാണ്. ഒരു സംഘം അഥവാ ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പ്രസ്തുത സംഘത്തിലെ അഭിമുഖം പരമാവധി 15 മാർക്കിന് ആയിരിക്കും. ആയതിൽ അഭിമുഖത്തിൽ ഹാജരായാൽ മിനിമം 3 മാർക്ക്,
ബാക്കി 12 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനുമാണ്. വിദ്യാർത്ഥിയുടെ പരീക്ഷാ ഫീസിനോടൊപ്പം സർക്കാരിന്റെ 13/8/2004 സാധാരണ ഉത്തരവ് പ്രകാരമുള്ള 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ സംഘം ബാങ്കിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർക്കുൾപ്പെടെ പ്രകാരം ഒരു സംഘം ബാങ്കിന് 150 രൂപയും തുടർന്ന് ഓരോ സംഘത്തിന് 50 രൂപ വീതം അധികമായി ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർ അപേക്ഷയിലെ സംഘം ബാങ്ക് 50 രൂപയും തുടർന്നുള്ള സംഘം ബാങ്കിന് 50 രൂപ വീതം അധികമായി ഫീസായി അടയ്ക്കാവുന്നതാണ്. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള ഈ സാധാരണ പരീക്ഷാ ബോർഡിന്റെ ഈ തസ്തികയിലായിട്ടുള്ള ഓൺലൈനായിട്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത്. പരീക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാനപ്രദം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുൻപായി നിശ്ചയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. കാറ്റഗറി 14/2024 അസിസ്റ്റന്റ് തസ്തിക പരീക്ഷാ കേന്ദ്രം എറണാകുളം ജില്ലയിൽ മാത്രമായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/1/2025. Thank you for watching my video. ഇതുപോലുള്ള തൊഴിൽ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. Thank you for watching. വ്യൂവേഴ്സിന്റെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമന്റായി രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.